നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ഒരിടം ലഭിക്കാനായി ലോകത്തെ മികച്ച രണ്ട് കോച്ചുമാരുടെ ടീമുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അതൊരു വല്ലാത്ത പോരാട്ടമായിരിക്കും. കഴിഞ്ഞ മിഡ് വീക്കിൽ നമ്മളത് മാഡ്രിഡിൽ കണ്ടതാണ്. ഇന്നത് നമ്മൾ മാഞ്ചസ്റ്ററിൽ കാണാൻ പോകുന്നു. ആദ്യ പാദം 3-3 സമനില. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30. ഇത്തിഹാദിലെ പുൽനാമ്പുകൾക്ക് പോലും തീ പിടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഈ മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ട് ടീമിൻ്റെയും ഫോം ഗൈഡും മറ്റുമൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് ആദ്യം നോക്കാം. യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്ന കണക്കാണ്. ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഹെഡ് ടു ഹെഡിലുള്ളത് സിറ്റിക്കാണ്. രണ്ട് ടീമും തമ്മിൽ കളിച്ചപ്പോൾ 4 കളികൾ സിറ്റി വിജയിച്ചപ്പോൾ 3 കളികൾ റയൽ മാഡ്രിഡ് വിജയിച്ചു. 4 കളികൾ സമനിലയായി. 20 ഗോളുകൾ സിറ്റി അടിച്ചപ്പോൾ 17 ഗോളുകളാണ് റയൽ മാഡ്രിഡ് അടിച്ചിട്ടുള്ളത്. ഫോം ഗൈഡ് നോക്കുക. രണ്ട് ടീമും അവസാനം കളിച്ച 5 കളികളും പൊട്ടിയിട്ടില്ല. അവസാനം കളിച്ച 5 കളികൾ നോക്കുമ്പോൾ റയൽ മാഡ്രിഡ് 4 വിജയിച്ചു, ഒരു സമനില. അത് സിറ്റിക്കെതിരെയാണ്. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിൽ വരുമ്പോൾ അവസാനമായിട്ട് അവർ കളിച്ച 5 കളികളിൽ ഒന്നും തോറ്റിട്ടില്ല. 3 വിജയം, 2 സമനില. ഇനി പരിശീലകർക്ക് എന്താണ് ഈ കളിയെക്കുറിച്ച് പറയാനുള്ളത്? കാർലോ ആഞ്ചലോട്ടി പറയുന്നു, തീർച്ചയായിട്ടും കഴിഞ്ഞ വീക്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് ഞങ്ങൾ മനസ്സിൽ വെക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് എന്ത് ചെയ്യണം, അതായത് ഈ മത്സരത്തിൽ എന്ത് ചെയ്യണം, അതിന് തന്നെയാണ് ഏറ്റവും അധികം പ്രാധാന്യം. ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. കഴിഞ്ഞ മത്സരം വളരെ ക്ലോസ് ആയിരുന്നു. ഇനിയിപ്പോൾ എന്തും സംഭവിക്കാം. ഞങ്ങൾക്ക് അവരെ ബുദ്ധിമുട്ടിക്കത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റി ഉണ്ട്, അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് കോച്ച് പറയുന്നു. മറുഭാഗത്ത് പെപ്പ് കുറച്ച് താത്വികമായിട്ടൊക്കെയാണ് പറയുന്നത്. പെപ്പ് പറയുന്നു, ഇന്നലെ ഞങ്ങൾ മാഡ്രിഡുമായിട്ട് കളിച്ചിരുന്നെങ്കിൽ അതും ഇനി നാളെ കളിക്കുന്നതും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഓരോ കളിയും വ്യത്യസ്തമായിരിക്കും. നോ 2 ഗെയിംസ് ആർ ദി സെയിം. അവർ ചില പാഠങ്ങൾ കഴിഞ്ഞ കളിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. ഞങ്ങളും അതുപോലെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണോ ചെയ്യേണ്ടത്, വിജയിക്കുക, അതിനുവേണ്ടി എന്ത് ചെയ്യണം അത് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുക. ദിസ് ഈസ് ദി ഡ്രീം ആൻഡ് വാട്ട് വി വാണ്ട് ടു അച്ചീവ് എന്ന് ഇപ്പോൾ പെപ്പ് പറയുന്നു. ചുരുക്കത്തിൽ രണ്ടുപേരും വിജയിക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങുന്ന ഒരു മത്സരമായതുകൊണ്ട് ഇന്ന് നമുക്കൊരു ക്ലാസിക് പോരാട്ടം ലഭിക്കും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.